മക്കളെ, നമ്മുടെ ബയോളജിയിലെ 40 മാർക്കിന്റെ പേപ്പർ ആണ് അല്ലെ. ഈ 40 മാർക്ക് പേപ്പറിൽ ഓരോ മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ആൻഡ് 4 മാർക്ക് 1 to 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഒരു ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ടെൻഷൻ അല്ല വേണ്ടത്, മാറ്റി അത് പ്രോപ്പറായിട്ട് ഡീകോഡ് ചെയ്തെടുത്ത ഓരോ ക്വസ്റ്റ്യനും എവിടെ നിന്നാണ്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസ്കസ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ നല്ലോണം വായിക്കണം. 15 മിനിറ്റ് ടൈമാണ് നമുക്ക് കൂൾ ഓഫ് ടൈം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം വായിച്ച് ആൻസേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് വെക്കാനാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടൈമിൽ എഴുതാൻ തുടങ്ങരുത്, കുറച്ച് കഴിഞ്ഞ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കഴിയുമ്പോഴാണ് നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത്. ആൻഡ് ആൻസർ ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾ അതിൻ്റെ മാർക്കും ടൈമും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ 1.5 മണിക്കൂർ സമയത്താണ് ഈ പരീക്ഷയുള്ളത്. ഈ 1.5 മണിക്കൂർ സമയത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഓരോ ചോദ്യം എന്ന് പറയുന്നതും അതിൻ്റെ മാർക്ക് സ്കോർ അടിസ്ഥാനത്തിൽ അത്ര പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ആൻഡ് എല്ലാ ഓരോ ഓപ്ഷനും നിങ്ങൾ വാരി ചെയ്തരുത്. ക്വസ്റ്റ്യൻസ് 6, 10, 13, 16, 18 ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യൻസിന് മാത്രമേ ഓരോ ഓപ്ഷൻസ് ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതണം. ഓരോ ഓപ്ഷനിൽ സമയം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അതിനു മുന്നേ എല്ലാം നിങ്ങൾ ടൈം പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇനി ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏകദേശം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓരോന്നിനും ഓരോ മാർക്കാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ അനലൈസ് ദ ഹിന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഫോൾഡിംഗ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ലീവ്സ് വെൻ ടച്ച്ഡ് ഈസ് നോൺ ആസ് നാസ്റ്റിക് മൂവ്മെന്റ്. ശരിയല്ല, തൊട്ടാവാടിനെ തൊടുമ്പോൾ വാടുന്നത് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ഉദ്ദീപദിശയ്ക്ക് അനുസരിച്ചുള്ള സസ്യഭാഗത്തിന്റെ ചലനങ്ങളെയാണ് നമ്മൾ ട്രോപ്പിക് ചലനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. മൂവ്മെന്റ്സ് ഓഫ് പ്ലാന്റ് പാർട്സ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആർ ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്ന് നമുക്ക് പറയാം. അപ്പൊ മൂവ്മെന്റ്സ് ഓഫ് ദ പ്ലാന്റ് പാർട്സ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? ട്രോപ്പിക് മൂവ്മെന്റ്സ് ആണ്. ഗ്രോയിങ് ഓഫ് ക്ലൈംബേഴ്സ് ടുവേർഡ്സ് ആൻഡ് അറൌണ്ട് സപ്പോർട്ട് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഹാപ്റ്റോട്രോപ്പിസം അല്ലെ. അപ്പൊ വള്ളിച്ചെടികൾ താങ്ങൽ ചുറ്റി വളരുന്നതിനെ സ്പർശക ട്രോപ്പിക ചലനം എന്നാണ് പറയുന്നത്. അതെന്താണ്? ഹാപ്റ്റോട്രോപ്പിസം ആണ്. അപ്പൊ തൊട്ടാവാടിയുടെ ഇലകൾ സ്പർശികൾ കൂമ്പുന്നത് നാസിക ചലനമാണ്. ഉദ്ദീപദിശയ്ക്ക് അനുസരിച്ചുള്ള സസ്യഭാഗത്തിന്റെ ചലനത്തെ നമുക്ക് എന്ത് പറയാം? ട്രോപ്പിക ചലനം എന്ന് പറയാം. ആൻഡ് വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റി വളരുന്നത് സ്പർശക ട്രോപ്പിക ചലനങ്ങൾ എന്നും പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് കറക്റ്റ്? എ, ബി ആൻഡ് സി കറക്റ്റ് ആയിട്ട് പറയാം അല്ലെ. എയും ബിയും സിയും എന്താണ്? ശരിയാണ്. അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ഇൻ എ ആൻഡ് കംപ്ലീറ്റ് ബി ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ. നെയിൽസ് ഓൺ ദ ഡിജിറ്റ്സ് ലാക്ടേറ്റ് മെമാലിയ, നെയിൽസ് ഓൺ ദ ഡിജിറ്റ് സ്കെയിൽസ് ഓൺ ദ ബോഡി. അതായത് വിരലുകൾ, നഖങ്ങൾ, ശരീരത്തിലെ ശൽക്കങ്ങൾ കാണുന്നു. ഇത് ഏതാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. മറ്റേത് മമേലിയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? യെസ്, അതാണ് ഇത് നമ്മുടെ ക്ലാസ് റെപ്റ്റീലിയ എന്ന് പറയുന്നത് അല്ലെ. റെപ്റ്റീലിയ. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ചൂസ് ദ പാർട്സ് അസോസിയേറ്റഡ് വിത്ത് ഡൈജഷൻ ഓഫ് ഫാറ്റ് ഫ്രം ദോസ് ഗിവൻ ബിലോ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കൊഴുപ്പിന്റെ ദഹനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏത് എന്നാണ്. ഇപ്പൊ മിസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഏകദേശം ഒരു 20% ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അസോസിയേറ്റഡ് വിത്ത് ഡൈജഷൻ ഓഫ് ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈസോഫാഗസ് ഇല്ല, പാങ്ക്രിയാസ്, മൗത്ത്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ല. Then mouth, stomach, pancreas, liver. Stomach, pancreas, liver, small intestine. ഫാറ്റിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫാറ്റിന്റെ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? സ്റ്റൊമക്ക്, അതുപോലെ തന്നെ പാങ്ക്രിയാസ്, ലിവർ ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സോ നമുക്ക് ഏത് ഓപ്ഷൻ പോകാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അനലൈസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ, ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. മസ്കുലർ ഡിസ്ട്രോഫി is the condition in which muscles get damaged and become weak. റീസൺ ചേഞ്ച് ദാറ്റ് ഒക്കർ ഇൻ ദ ജീൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നൽകിയ പ്രസ്താവനയും കാരണവുമാണ്. പ്രസ്താവന എന്ന് പറയുന്നത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന കണ്ടീഷൻ ഡാമേജ് ആവുന്നതിന്റെ കാരണമാണ്. ആൻഡ് എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്? ജീനിലുള്ള ചേഞ്ചസ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓഫ്കോഴ്സ് നമുക്കറിയാം മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസ് ഡാമേജ് ആവുന്ന അല്ലെങ്കിൽ എന്താണ് വീക്കൻ ആവുന്ന ഒരു കണ്ടീഷൻ ആണ്. ആൻഡ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ജീൻസിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ജീൻസിലുള്ള ഡിഫക്റ്റ് മൂലമാണ്. സോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. സോ ഏത് ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിട്ട് നമുക്ക് പറയാം. പ്രസ്താവനയും കാരണവും ശരിയാണ്. അടുത്തത് 2 മാർക്കിന്റെ ചോദ്യം. ഇപ്പൊ ഇതുവരെ നമ്മൾ എഴുതിയത് ഓരോ മാർക്കിന്റെ ചോദ്യമാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇനി നമ്മൾ ഓരോ ഓപ്ഷൻ എ ആൻഡ് ബി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണ് അവിടെ 2 കാര്യങ്ങൾ എഴുതാനുള്ളത്, അത് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് നിങ്ങൾക്ക് ഉള്ളിൽ വേണമെന്ന് മനസ്സിലാക്കാം. ഐഡന്റിഫൈ ദ ബ്ലഡ് വെസൽ എ ആൻഡ് ബി ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ.
എ ബി ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ്. നമുക്കറിയാം ലങ്സിൽ നിന്നും ഹാർട്ടിൽ നിന്നും ലങ്സിലേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ഫോർ എന്താണ് ഡി ഓക്സിജനേഷൻ അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. എ എന്ന് പറയുന്നത് പൾമനറി ആർട്ടറി ആണ്, ബി എന്ന് പറയുന്നത് പൾമനറി വെയിൻ ആണ്, ശ്വാസകോശ ധമനിയും ശ്വാസകോശ സേനയും. സോ ഇത് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 2 മാർക്ക് അവിടെ കിട്ടി. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ദ ഹെൽത്ത് ഓഫ് ദ സ്കെലറ്റൽ സിസ്റ്റം. വിറ്റാമിൻ ഡിയും കാൽഷ്യത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണ്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം അല്ലെ. നമ്മുടെ അസ്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വിറ്റാമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് കാൽഷ്യം എൻഷുർ ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ബോൺസ്. അസ്ഥികൾക്ക് കാഠിന്യവും ശക്തിയും ഒക്കെ കൊടുക്കാൻ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? നമ്മുടെ കാൽഷ്യം എന്ന് പറയുന്നത്. ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ സ്യൂട്ടബിളി ഇൻക്ലൂഡിംഗ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ് ആണ്. സ്പിൻഡിൽ ഷേപ്ഡ്, റോഡ് ഷേപ്ഡ്, സ്ട്രയേഷൻസ് പ്രസന്റ് സീൻ ഇൻ ദ സ്റ്റൊമക്ക് ആണ്. അപ്പൊ ബോക്സിൽ നൽകിയിട്ടുള്ളവ ഉൾപ്പെടുത്തി ചുവടെ നൽകിയ പട്ടിക ഉചിതമായി പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വോളണ്ടറി മസിൽസ്, ഇൻവോളണ്ടറി മസിൽസിലേക്ക് ഏത് കറക്റ്റ് ആയിട്ട് എഴുതണമെന്നാണ്. വോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. അങ്ങനെയുള്ളതാണ് ഇത് നമ്മുടെ സ്ട്രയേഷൻസ് ഉള്ള അല്ലെ. സ്ട്രയേഷൻസ് ഉണ്ട്, കുറുകെ വരകൾ ഉള്ളതാണ്. അതുകൂടാതെ റോഡ് ഷേപ്ഡ് ആണ്, ദണ്ഡാകൃതിയിലുള്ളതുമാണ്. ബാക്കിയുള്ള ഇൻവോളണ്ടറി മസിൽ എന്ന് പറയുമ്പോൾ സ്മൂത്ത് മസിലാണ്, സ്പിൻഡിൽ ഷേപ്പ് ആണ്. സ്റ്റൊമക്കിൽ നമ്മൾ കാണുന്നതാണ് ഇത് നമ്മുടെ ഈ ഒരു സ്പിൻഡിൽ ആകൃതിയിലുള്ള സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? ഇൻവോളണ്ടറി ആയിട്ട് പറയാം. സോ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. അടുത്തത് റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് DNA ബാർകോഡിംഗ് ഇൻ ക്ലാസിഫൈങ് ഓർഗാനിസം. ക്ലാസിഫിക്കേഷനിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യം. നിങ്ങൾ നോക്കണം, ഓരോ ചാപ്റ്ററിൽ നിന്നും വെയിറ്റേജ് കറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പൊ DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഓഫ് ക്ലാസിഫൈങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസ് ഓഫ് DNA unlike traditional method helps to recognize species at molecular level, made possible by creation sharing of DNA barcodes by researchers laboratories all over the world അല്ലെ. അതായത് തന്മാത്ര തലത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് DNA ബാർകോഡിംഗ്. അപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ പലതരത്തിലുള്ള കിങ്ഡംസും അതുപോലെ ക്ലാസിഫിക്കേഷൻസും വർഗീകരണമൊക്കെ പഠിച്ചു. അതിന്റെ ബാക്കിയായിട്ട് നമ്മളിവിടെ 9ലും പഠിച്ചു. അപ്പം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് കാര്യങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള മസിലിന്റെ സ്കെൽറ്റൽ സിസ്റ്റം അനാറ്റമി വെച്ചിട്ടോ മാത്രമല്ല, മോളിക്കുലാർ ലെവലിൽ DNA കോഡ്സ് സീക്വൻസസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അതാണ് എന്ത്? DNA ബാർകോഡിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആണ്. ഫൈലം ടു വിച്ച് ഓർഗാനിസം ഇൻ ദ പിക്ചർ ബിലോങ്. മനുഷ്യനെ കാണാലോ. വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചർ കൺസിഡർഡ് ഫോർ ഇൻക്ലൂഡിംഗ് ദീസ് ഓർഗാനിസം? 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് ഏതാണ് ഫൈലം എന്ന് നമ്മൾ എഴുതണം. ഈ ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പരിഗണിച്ച മുഖ്യ സവിശേഷത എന്തെന്ന് എഴുതണം. അപ്പൊ മനുഷ്യരുള്ളത് ഏത് ഫൈലാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നമുക്ക് പറയാം ഏതാണ് ഫൈലം. കോർഡേറ്റ ആണ്. എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകത? നമുക്ക് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള നോട്ടോകോഡ് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം നട്ടലുള്ളത് കൊണ്ടാണ് നമ്മൾ കോർഡേറ്റയിൽ പറയുന്നത്. ആൻഡ് ഇവിടെ ചോദിച്ചിട്ട് ഫൈലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കാര്യങ്ങൾ ഓർക്കണം. നോട്ടോകോഡ് അല്ലെങ്കിൽ എന്തുണ്ട്? വെർട്ടിബ്രൽ കോളം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ ഫൈലം കോർഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് 2 മാർക്കിന്റെ ചോദ്യം. മാച്ച് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ മോഡൽ. ഇവിടെ ആൻജിയോസ്പേംസ് റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് പ്രസന്റ് ഇൻ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബ്രയോഫൈറ്റിനെയും ആൽഗേനെയും ടെറിഡോഫൈറ്റിനെയും ഒക്കെ എന്ത് ചെയ്യണം? ജിംനോസ്പേംസിനെ മാച്ച് ചെയ്യണം. അപ്പൊ പ്ലാന്റ്സിൽ നമുക്കറിയാം ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഇതാണ് 5 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ബ്രയോഫൈറ്റയില് വാസ്കുലർ ടിഷ്യൂസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല അല്ലെ. സംവഹന കലകളൊന്നും ഇല്ലാത്ത ആളാണ് ബ്രയോഫൈറ്റ. ആൽഗെ എന്ന് പറയുമ്പോൾ താലസ് ഓർഗനൈസേഷൻ അല്ല, വളരെ ലോവർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ വരുന്നവരാണ്. ടെറിഡോഫൈറ്റയിലോ സിമ്പിൾ ആയിട്ടുള്ള വാസ്കുലർ ടിഷ്യൂസ് നമുക്ക് കാണാം. ജിംനോസ്പേംസിലോ സീഡ്സ് എന്താണ്? നെയ്ക്കഡ് ആണ് അല്ലെ. വിത്തുകളെ പൊതിഞ്ഞ് എന്തില്ല? ഫലങ്ങൾ കാണാൻ കഴിയില്ല. അപ്പൊ ഇത് പ്ലാന്റ്സിന്റെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ക്ലാസിഫിക്കേഷനിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ വരുന്നതാണ്. Analyze the picture and answer the question. Name the plant movements indicated as X and Y. What is the difference between these movements? 2 തരത്തിലുള്ള മൂവ്മെന്റ് ഞാൻ പറഞ്ഞിരുന്നു. പ്ലാന്റ്സിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. എക്സ് എന്ന് പറയുന്നത് നാസ്റ്റിക് മൂവ്മെന്റ്, വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോപ്പിക് മൂവ്മെന്റുമാണ്. അപ്പം ഈ ചലനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. നാസ്റ്റിക് എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷണൽ മൂവ്മെന്റ് അല്ല. എന്നാൽ ടോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ഓറിയന്റഡ് ആയിട്ട് ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ച് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ആൻഡ് ഇവിടെ നോക്കുക, ഓരോന്നിന്റെയും പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കണം. എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. കാരണം അത് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഇനി അവിടെ തന്നെ ഒരു ഓപ്ഷൻ ആണ് ബോഡി മൂവ്മെന്റ്സ് എന്നുള്ള ചോദ്യമാണ്. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ സ്ട്രക്ചർ ഓഫ് ബോൺ.
കണ്ടോ, ബോണിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ, ആ കറക്റ്റ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ്. വാട്ട് ആർ ദ കമ്പോണൻസ് ദാറ്റ് പ്രൊവൈഡ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോൺസ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബോണിന്റെ പുറത്ത് നമ്മൾ കാണുന്ന പെരിഓസ്റ്റിയം എന്ന് പറയുന്ന ലെയർ ആണ്. ആൻഡ് ഇറ്റ് കവേഴ്സ് പ്രൊട്ടക്ട്സ് ദ ബോൺ, അല്ലെ, അസ്ഥിയെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് പെരിഓസ്റ്റിയം. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ, വാട്ട് ആർ ദ കമ്പോണൻസ്, അല്ലെ, ഇതിന് സ്ട്രെങ്തും ഹാർഡ്നെസ്സും കൊടുക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീൻ ആൻഡ് സോൾട്ട് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്, കൊളാജൻ, പ്രോട്ടീന്റെ ലവണങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അസ്ഥികൾ ഉണ്ടാക്കിയിരിക്കുന്ന സെൽസ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിനെ നമ്മൾ പറയുന്നത് ഓസ്റ്റോബ്ലാസ്റ്റ് സെൽ എന്നാണ്, വിച്ച് ഡെപ്പോസിറ്റ് മിനറൽസ് ഇൻ ദ ബോൺസ്, മേക്ക് ദം സ്ട്രോങ് ആൻഡ് ഫേം ആൻഡ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പം അസ്ഥികളെ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ കൂടുതൽ എന്ത് ചെയ്യുന്നു, ശക്തമാക്കാനും ദൃഢമാക്കാനും കേടുപാട് പരിഹരിക്കാനും സഹായിക്കുന്ന അസ്ഥികൾ ഉണ്ടാക്കുന്ന സെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലാണെന്ന് പഠിച്ചു വെക്കണം. ഇനി ബോഡി മൂവ്മെന്റ്സ് തന്നെ ഏതാ, രണ്ട് എക്സാം ബൈ കാണാം. ഹൗ ഡസ് ദ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഡിഫർ ഇൻ ദീസ് ഓർഗാനിസം? റൈറ്റ് ഡിഫറെന്റ് ഫംഗ്ഷൻ പെർഫോംഡ് ബൈ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. ഈ ജീവികളുടെ ചട്ടക്കൂടുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. പാമ്പാണെങ്കിലും ഇതുപോലത്തെ അട്ടയൊക്കെ ആണെങ്കിലും വളരെ ഒഴുകി നടക്കുന്ന പോലെ ഇങ്ങനെ വളഞ്ഞു പോകും. അതേസമയം ഞണ്ടൊക്കെ എങ്ങനെയാ, ഭയങ്കര ഹാർഡ് ഷെല്ലാണ്, ഭയങ്കര പ്രൊട്ടക്റ്റ് ആണ്. ആ രീതിയിലാണ് അവരുടെ മൂവ്മെന്റും അവരുടെ സ്ട്രക്ചറും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം എന്താ ഇവരുടെ വ്യത്യാസം. ഇവരുടെ സ്കെലറ്റൽ സിസ്റ്റത്തിലാണ് ഡിഫറൻസ്, അല്ലെ. സ്നെയിൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് അവർക്ക് ഹൈഡ്രോ സ്കെലറ്റൻ ആണ്, ഫ്ലൂയിഡ് ഫിൽഡ് ചാമ്പേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ദ്രവങ്ങൾ അറകൾ അടുക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഞണ്ടിലേക്ക്, ക്രാബ്സിലേക്ക്, മസിൽസിലേക്കൊക്കെ വരുമ്പോഴെന്താണ്, അവർക്ക് എക്സോ സ്കെലറ്റൻ ആണ്. അവരുടെ ബോഡിയുടെ പുറത്താണ് സ്കെലറ്റൽ സിസ്റ്റം ഉള്ളത്. അപ്പൊ ക്രാബിലും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കക്കയിലൊക്കെ ആയിട്ട് മസിൽസിലൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് കാണാം, കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ട് ഒരു എക്സോ സ്കെലറ്റൻ കാണാം. ഇനി നമ്മൾ പാറ്റ, കോക്രോച്ച് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഗ്രാസ് ഹോപ്പർ എടുത്താൽ കൈറ്റിൻ വെച്ചിട്ടുള്ള ഒരു എക്സോ സ്കെലറ്റൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ചട്ടക്കൂടിന്റെ ഫംഗ്ഷൻ എന്താ, പ്രൊട്ടക്ഷൻ, ഷേപ്പ്, മൂവ്മെന്റ് ആൻഡ് ലൊക്കോമോഷൻ ആണ്. ഒരു ആകൃതി കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ചലനത്തിനും സഞ്ചാരത്തിനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ്. പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ഷോയിങ് ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. വാട്ട് ആർ ദ റീസൺ ഫോർ ദ അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ദ സൈലം ട്യൂബ്സ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം. അപ്പൊ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ് 3 മാർക്കിന്റെ ചോദ്യം വരുമ്പോൾ ABC വരാം, അല്ലെങ്കിൽ ബിക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോക്കി, 1 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പ്രക്രിയ എന്താണ് എന്നാണ്. ഇതിലൂടെ വാട്ടർ കണ്ടില്ലേ, വേപ്പർ എന്ത് ചെയ്യുന്നു, ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു. അതിന് നമ്മൾ പറയുന്നത് എന്താണ്, ട്രാൻസ്പിരേഷൻ എന്നാണ്, സസ്യസ്വേദനം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതോ, വേരിലെയും കാണ്ഡത്തിലെയും സൈലം കുഴലിലെത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങൾ. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോയേണ്ടതാണ്. ഓസ്മോസിസ് ഉണ്ട്, റൂട്ട് പ്രഷർ ഉണ്ട്, കൊഹിഷൻ ആൻഡ് അഡീഷൻ. ലോസ് ഓഫ് വാട്ടർ ത്രൂ ലീവ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വാട്ടറിനെ മേലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒന്ന് ഓസ്മോസിസ്, റൂട്ടിൽ ഉണ്ടാവുന്ന പ്രഷർ, അതുപോലെ തന്നെ കൊഹിഷൻ, അഡീഷൻ എന്ന് പറയുന്നത്. ഇതുവഴി എന്ത് ചെയ്യും, മോളിക്യൂൾസിനെ എന്ത് ചെയ്യും, മേലേക്ക് ഉയർത്താൻ സഹായിക്കും. ഹെൽപ്പ് വാട്ടർ ടു റൈസ് ത്രൂ ദ സൈലം ട്യൂബ്. അങ്ങനെ സൈലത്തിലെത്തുന്നു, സൈലത്തിലൂടെ വാട്ടർ മേലേക്ക് എന്ത് ചെയ്യുന്നു, പമ്പ് ചെയ്യുന്നു. ഇതിനാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇതുപോലെ ചിത്രം തന്നിട്ട് ചോദിക്കും. ഏതാ തന്നിട്ടുള്ളത്, നമ്മുടെ കോപ്പറേറ്റീവ് ഒക്കെ പോലത്തെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്, അല്ലെ. ഐഡന്റിഫൈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻഡിക്കേറ്റഡ്, റൈറ്റ് ഇനി 2 മെത്തേഡ് ഓഫ് പെർമനന്റ് കോൺട്രാസെപ്ഷൻ, ഹൗ ഡസ് ഈച്ച് ഓഫ് ദം എനേബിൾ കോൺട്രാസെപ്ഷൻ. അപ്പൊ ചിത്രം കണ്ട് ചോദിക്കും. അപ്പൊ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗർഭനിരോധന മാർഗം ഏത്, സ്ഥിരമായ ഗർഭനിരോധനം അവലംബിക്കാവുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. അവ ഓരോന്നും ഗർഭനിരോധനം എങ്ങനെ സാധ്യമാക്കുന്നു. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് എന്ത് ചെയ്യുന്നു, ഇംപ്ലാന്റേഷനെ തടയുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 പെർമനന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോൺട്രാസെപ്റ്റീവ് ചെയ്യാനാണ്. ട്യൂബെക്ടോമി ആൻഡ് വെസക്ടോമി സർജിക്കൽ ആയിട്ട് ചെയ്യുന്നതാണ്. കട്ടിങ് ദ ഒവിഡക് പാസേജ് ഓഫ് ഓവം ഈസ് ബ്ലോക്ക്ഡ്. അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അണ്ടത്തിന്റെ സഞ്ചാരപാത തടയുന്നു. വെസക്ടോമി കട്ടിങ് ദ ടൈങ് ദ വാസ് ഡിഫറൻസ്. അവരെന്താ ചെയ്യുന്നത്, ബീജവാഹിയെ മുറിച്ചോ അല്ലെങ്കിൽ കെട്ടിവെച്ചോ പുംബീജത്തിന്റെ സഞ്ചാരപാത അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഇതാ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നാണ്. ഹിൻസ് ദാറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് മെസ്സേജ് ഓൺ പ്ലക്കാർഡ് ഇസ് ഗിവൺ ബിലോ. only breastfeed your baby for first 6 months. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? കൊളസ്ട്രോൾ, ആന്റിബോഡി, പോഷകങ്ങൾ. ആദ്യമായിട്ട് അമ്മ പ്രസവിച്ച ഉടനെ വരുന്ന ആദ്യത്തെ പാലിനെ നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. യെല്ലോ കളേർഡ് മിൽക്ക്
produced immediately after giving birth, it gives the baby lifelong immunity. ആ ബേബിക്ക് വേണ്ട ജീവിത അവസാന കാലം വരെയുള്ള പ്രതിരോധം നൽകുന്നത് ഈ കൊളസ്ട്രോം ആണ്. അത് മുലപ്പാലിൽ നിന്ന് മാത്രമേ ആ കുഞ്ഞിന് കിട്ടൂ. രണ്ടാമത്തേതോ ബ്രസ്റ്റ് മിൽക്ക് കണ്ടെയ്ൻ ആന്റിബോഡി ദാറ്റ് പ്രൊട്ടക്ട് ദ ബേബി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ഡയറിയ, റെസ്പിറേറ്ററി ഡിസീസ് ആൻഡ് അലർജി, ഡയറിയ, ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് എന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ആന്റിബോഡീസും ഈ പറയുന്ന ലാക്ടേഷൻ വഴിയാണ് കുഞ്ഞിന് കിട്ടുന്നത്. ബ്രസ്റ്റ് മിൽക്ക് പ്രൊവൈഡ് ദ ന്യൂട്രിയൻ നീഡ് ഫോർ ഗ്രോത്ത് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഈ മുലപ്പാല് വഴിയാണ് കുഞ്ഞിന്റെ വളർച്ച, ബുദ്ധി വികാസം, ആവശ്യമായ പോഷകങ്ങൾ ഇതൊക്കെ കുട്ടിക്ക് ലഭിക്കുന്നത്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കണം. ഇതും ഒരു മസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അറേഞ്ച് കോളം ബി ആൻഡ് സി അക്കോർഡിംഗ് ടു കോളം എ. മൈന്യൂട്ട് പോസ് ത്രൂ ഔട്ട് ദ ബോഡി. ഏതൊക്കെയാണ് ഫൈലം ഓർഗാനിസം ക്ലാസിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, മൈന്യൂട്ട് പോയ്സ് വരുന്നതിന് പോരിഫറി ആണ് പറയുക. സ്പോഞ്ചസ് ആണ് എക്സാമ്പിൾ, നമ്മൾ ആദ്യം പഠിക്കുന്ന ഫൈലമാണ്. ആൻഡ് മറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി എക്കാനോഡെർമറ്റി ആണ്. സ്റ്റാർ ഫിഷ് വരുന്നത്. ആറ്റ് ജോയിന്റഡ് ലെഗ്സ് കാണുന്നത് ആർത്രോപോഡ്, കോക്രോച്ച്, പാറ്റയിലൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ യൂറിൻ ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ ആസ് എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ് റെസ്പെക്റ്റീവ്ലി. അനലൈസ് ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് സെഡ്. എക്സ്, സെഡ് എന്നീ പ്രക്രിയയിൽ തിരിച്ചെഴുതുക എന്നാണ്. ബ്ലഡ് ഗ്ലോമറൽ ഫിൽട്രേറ്റ് ആവുന്നു, പിന്നെ യൂറിൻ ആവുന്നു. റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ എന്ന് വരുന്ന ചോദ്യമാണ്. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് സെഡ്. എക്സ് ഇതാ, വൈയും സെഡും തന്നിട്ടുണ്ട്. ബ്ലഡിൽ നിന്ന് ഗ്ലോമറൽ ഫിൽട്രേറ്റ് ആയി മാറുന്നതിന്റെ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന അൾട്രാ ഫിൽട്രേഷൻ എന്നാണ്, സൂക്ഷ്മ അരിക്കൽ എന്നാണ്. സെഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സെഡ് എന്ന് പറയുന്നത് സെക്രീഷൻ ആണ്. ബാക്കിയുള്ളതിന് എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് കളയുന്നു. ഇനി ഹൗ വാസ് ഹൈ പ്രഷർ റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ്? എക്സ് ഇസ് ഇൻഡിക്കേറ്റഡ്. എങ്ങനെ ഹൈ പ്രഷർ വരുന്നത്? അഫറന്റ് വെസലും ഇഫറന്റ് വെസലും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഡയാമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ആ വ്യാസ വ്യത്യാസം മൂലമാണ് അവിടെ ഉയർന്ന മർദ്ദം ഉണ്ടാകുന്നത്. അതുവഴിയാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. വുഡ് ദർ ബി എ ഡിഫറൻസ് ഇൻ കമ്പൗണ്ട്സ് ഓഫ് യൂറിൻ ഇഫ് പ്രോസസ് വൈ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്? വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റീഅബ്സോർപ്ഷൻ ആണ്. റീഅബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ ബ്ലഡിൽ നിന്നും പോയിട്ടുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഇതൊക്കെ എന്ത് ചെയ്യും, തിരിച്ച് റീഅബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. സോ വിത്തൗട്ട് റീഅബ്സോർപ്ഷൻ യൂറിൻ വുഡ് ലോസ് എസെൻഷ്യൽ സബ്സ്റ്റൻസ് ലൈക്ക് വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ദിസ് വുഡ് ലീഡ് ടു ഡീഹൈഡ്രേഷൻ, ന്യൂട്രിയൻ ലോസ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. അപ്പം നമ്മുടെ രക്തത്തിലേക്ക് തിരിച്ച് വരേണ്ട ആൾക്കാരെയാണ് യൂറിനിലൂടെ നഷ്ടപ്പെടുന്നത്. അതുവഴി നമുക്ക് പലതരത്തിലുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ബാലൻസ് ഒക്കെ ഉണ്ടാകും, ഇംബാലൻസ് ഒക്കെ ഉണ്ടാകാം. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വേണ്ടത്. സോ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ വായിച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഓർ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ്രോ ചെയ്യാനാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Redraw the given diagram and label the part. Part where odontoblasts cells are seen, connective tissue, all the tooth in the gum. ചിത്രം പകർത്തി വരച്ച് താഴെ പറയുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്താനാണ്. ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം എവിടെയാ? പൾപ്പ് ക്യാവിറ്റിയിലാണ്. സിമെന്റമാണ് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സിമെന്റം. അപ്പൊ റീഡ്രോ ചെയ്യാൻ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് അത് റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അനലൈസ് ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ തന്നെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഗ്ലൂക്കോസ്, പിന്നെ ഇതാ ഫൈൻഡ് ഔട്ട് 1, ഐഡന്റിഫൈ മോസ്റ്റ് എനർജി റിലീസിംഗ് പ്രോസസ്. ഓക്കെ, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗ്ലൂക്കോസിൽ നിന്ന് എന്തായിട്ടാണ് മാറുന്നത്? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. പൈറൂവിക് ആസിഡ് പിന്നെ ഇവിടെ ഏതാണ്? 3 രീതിയിൽ എയറോബിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനും നടക്കുന്നുണ്ട്. പൈറൂവിക് ആസിഡ് നേരെ ഇതാ ബി എന്ന് കാണിച്ചിരിക്കും, തന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ശ്വസന പ്രക്രിയ. അപ്പം എയറോബിക് എടുത്താലും അനൈറോബിക് എടുത്താലും ഏറ്റവും കൂടുതലായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ എയറോബിക് റെസ്പിറേഷൻ ആണ്. സോ CO2 പ്ലസ് ജലം അല്ലെ, അതാണ് ക്രെബ് സൈക്കിൾ വഴിയാണ് പൈറൂവിക് ആസിഡ് എന്ത് ചെയ്യുന്നു, നേരെ വാട്ടർ ആൻഡ് CO2 ആവുന്നു. അതാണ് ക്രെബ് സൈക്കിൾ. ബാക്ടീരിയയിൽ നടക്കുന്ന പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം, ബാക്ടീരിയയിൽ നിന്നും ഉണ്ടാകുന്നത് ഏതാണ്? റെസ്പിറേഷൻ നടന്നു കഴിയുമ്പോൾ ലാക്ടിക് ആസിഡ് ആണ് ഉണ്ടാകുന്നത്. ലാക്ടോബാസിലസിൽ നടക്കുന്നതാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത്. സോ റെസ്പിറേഷനിൽ എയറോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷനും നിങ്ങൾ പഠിക്കണേ. അടുത്തത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഭാഗം തന്നെയാണ്. PQR റെപ്രസെന്റ് വേരിയസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ് ആണ് കേട്ടോ. PQR എന്നിവ മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിലെ വിവിധ പ്രക്രിയകളെ സൂചിപ്പിക്കുന്നു. P ഓവുലേഷൻ, അണ്ടോത്സർജനം. Q എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ, ബീജസംയോജനം. R എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ആണ് അല്ലെ. ഇതാണ് 3 പ്രോസസ്സുകൾ. അപ്പം ഓവുലേഷൻ ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫെർട്ടിലൈസേഷൻ 2 സ്പെർമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയൽ ബോളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഇത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇനി
18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ഒരു ചോദ്യം ഇപ്രാവശ്യമുള്ളൂ, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. ആ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഓർ ഓപ്ഷൻ വായിച്ചു നോക്കി ഏത് എഴുതണമെന്ന് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ഈ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ക്ലാസിഫിക്കേഷന്റെ ചാപ്റ്ററിൽ നിന്ന്, ഇതും തന്നിട്ടുണ്ട് എവല്യൂഷണറി ട്രീ. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ നിങ്ങളാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ എഴുതുക? നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എവല്യൂഷണറി ട്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഏതാ നിങ്ങൾ എഴുതുക? 18A ആണോ B ആണോ നിങ്ങൾ എഴുതാൻ ചൂസ് ചെയ്യുക എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം നോക്കാം, നമുക്ക് ഏത് എഴുതിയാലും ഏത് ചോദ്യം വന്നാലും നമ്മൾ എഴുതി കൊടുക്കും. അപ്പം നോക്കുക, ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പം, ആൻജിയോസ്പം പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ആൽഗെ എന്ന് പറയുമ്പോൾ ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് പറയുമ്പോൾ നമുക്ക് ഏത് പറയാം? എക്സാമ്പിൾ ആയിട്ട് സ്പൈറോ ഗൈറ, സർഗാസം ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി ബ്രയോഫൈറ്റയിലേക്ക് വരുമ്പോഴോ ബോത്ത് റീപ്രൊഡക്ഷൻ ഗമേറ്റ്സ് ആൻഡ് സ്പോസിലൂടെയാണ്. ആൻഡ് ബ്രയോഫൈറ്റ എന്ന് പറയുമ്പോൾ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് നമ്മൾ പറയുന്നത്. ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടറിൽ അവർക്ക് വേണം. ദെൻ സംവഹന കലകൾ ഇല്ല ബ്രയോഫൈറ്റയ്ക്ക്. ഉദാഹരണം റിക്സിയ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഫ്യൂനേറിയ എക്സാമ്പിൾ ആയിട്ട് പറയാം. ജിംനോസ്പംസ് എന്ന് പറഞ്ഞാൽ കോണുകൾ എന്നറിയപ്പെടുന്ന പ്രത്യുൽപാദന ഭാഗങ്ങളുണ്ട്, സംവഹന കലകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അവരുടെ എക്സാമ്പിൾ ചോദിക്കും ഏതൊക്കെ എഴുതാം? പൈനസ്, സൈക്കസ് എഴുതാം. ഇവിടെ നമ്മൾ ഒരാളെ വിട്ടു, ടെറിഡോഫൈറ്റ ലൈക്കോപോഡിയം എക്സാമ്പിൾ ആണ്. പ്രത്യുൽപാദന രീതി എങ്ങനെയാണ്? മെയിൻലി ത്രൂ സ്പോർസ് തന്നെയാണ്, സ്പോറുകൾ വഴിയാണ് നടത്തുന്നത്. ആൻജിയോസ്പംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കാരാണ് അല്ലെ. പൂക്കളിലാണ് പ്രത്യുൽപാദന ഭാഗങ്ങൾ ഉള്ളത്. ആൻഡ് അവർക്കും എന്താണ്? എല്ലാ തരത്തിലുള്ള വാസ്കുലാർ ടിഷ്യൂസ് ഉണ്ട്. ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ ഒക്കെ എന്താണ്? ആൻജിയോസ്പംസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഡയറക്റ്റ് ABCD എന്താന്ന് എഴുതിയാൽ മതി. അടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെയും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നെയാണ് കേട്ടോ. അപ്പം ഓക്കെ, ഇവിടെയും ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. എവല്യൂഷണറി അല്ല, എവല്യൂഷണറി എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പം ഇവിടെ തന്നിട്ടുള്ളതില് ക്ലാസിഫിക്കേഷനിലെ ഇൻട്രോയിൽ നമ്മൾ പഠിക്കുന്ന ബേസിക് ക്ലാസിഫിക്കേഷൻ ചോദ്യമാണ്. അപ്പൊ നോക്കിക്കേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ റിഗാർഡിംഗ് 6 കിങ്ഡം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒന്ന് എല്ലാം ഫില്ല് ചെയ്യാൻ മാത്രം എഴുതിയാൽ മതി. അപ്പം 1, 2, 3 and 4 ഫില്ല് ചെയ്യുക. റൈറ്റ് ദ ക്യാരക്ടേഴ്സ്. നമുക്കറിയാം 3 ഡൊമൈൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡൊമൈൻ യൂക്കാരിയ, ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കിയ ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. അപ്പൊ ബാക്ടീരിയയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, ബാക്ടീരിയയിലാണ് വരുന്നത്. ആർക്കിയയിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ആർക്കിയ ബാക്ടീരിയ വരുന്നത്. പിന്നെയോ ഇവിടെ 3ാമത്തേതില് ബാക്ടീരിയ കാണാം. 4ാമത്തെ യൂക്കാരിയോയിൽ വരുന്ന 4 കിങ്ഡംസ് ആണ് പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഇനി ഞാൻ നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ പറയണേ ഈ കിങ്ഡത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ ക്വസ്റ്റൻ ആണ്, ഇതാണ് എഴുതുക എന്നുള്ളത്. A-യും B ഏതാ എഴുതുക എന്നുള്ളത് കമന്റ് ചെയ്യുക. ഇനി എവല്യൂഷണറി ട്രീ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, അത് മറന്നു പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം ഇൻഡിക്കേറ്റഡ് ആസ് 1 ആണ്. ഓക്കെ, എന്താണ് ഇവരുടെ പ്രത്യേകത എന്നാ ചോദിച്ചിട്ടുള്ളത്? അതായത് നമ്മുടെ ബാക്ടീരിയയുടെ പ്രത്യേകത. ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പ്രോകാരിയോട്ടിക് കിങ്ഡം ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സെൽ വോൾ കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ഫൗണ്ട് എവരിവെയർ ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് ഇൻസൈഡ് ഓഫ് അതർ ഓർഗാൻസ് അല്ലെ. ഇവരെ നമുക്ക് ഏത് കണ്ടീഷനിലും കാണാൻ കഴിയും. ആൻഡ് ഇവരെന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ വോള് നമുക്ക് ഇവരെ കാണാൻ കഴിയും. സി ക്വസ്റ്റ്യൻ എന്താ? വൈറസുകളെ ഈ വർഗീകരണത്തിൽ ഉൾപ്പെടുത്താത്തത് എന്ത്? ഈ ഒരു 3 ഡൊമൈൻ കാൾ വൂസ് കണ്ടുപിടിച്ച 3 ഡൊമൈൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലും വൈറസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ദേ കനോട്ട് മൾട്ടിപ്ലൈ വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് ഫോർ സെൽ, ദേ ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് ലിവിംഗ് സെൽ അല്ലെ. ഇവര് ഒരു ജീവനുള്ള ശരീരത്തിൽ കയറിയാൽ മാത്രമേ ഇത് ജീവിക്കൂ, അല്ലാത്ത പക്ഷം ഇവരൊരു നോൺ ലിവിംഗ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്തത്. സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ 4, 5, 6. നന്നായിട്ട് തന്നെ പഠിക്കുക, അതിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ എന്തായാലും ലൈവിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ മേലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ മക്കളെ, ബൈ.